നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. പഴുവിൽ കാരുണ്യ നാടകോത്സവത്തിന് അരങ്ങുണർന്നു. ചെമ്മാപ്പള്ളി ശ്രീരാമൻചിറ തോട്ടിലേക്ക് വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. തൃപ്രയാർ ക്ഷേത്ര കവർച്ച അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ ഉപവാസം. വാർത്തകൾ വിശദമായി നോക്കാം. നാടകം തന്നിലെ നടനെ പുറത്തെടുത്തെന്ന് സിനിമാ താരം ബാബു നമ്പൂതിരി പറഞ്ഞു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം പഴുവിൽ JP സംഗമം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു നമ്പൂതിരി. ഈ നാടക കലാകാരന്മാരെയും അവരുടെ മറ്റ് അനുസാരികളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൻ വലിക്കുന്ന ആളുകളെ വരെ കണ്ട് വന്ദിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. വന്ന വഴി നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഇവരെ കണ്ട് ഞാൻ ആദ്യമായിട്ട് ചോദിച്ചു, ഈ നാടകം പുതിയ നാടകമാണ്, ഇതുവരെ അധികം സ്റ്റേജുകളിൽ ചെയ്തിട്ടില്ല, ഒരു പുതിയ പേരാണ്, അധികം കഥാപാത്രങ്ങളില്ല, എന്തുമാത്രം സമയമുണ്ട്? 2 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രമേയം എന്തെങ്കിലും ആസ്വാദകർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. മറ്റൊന്നുമല്ല, നമുക്ക് മനസ്സിലാകുന്ന, ആസ്വാദകർക്ക് മനസ്സിലാകുന്ന ഒരു അവതരണ രീതിയാണോ അവലംബിക്കുന്നതെന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. അപ്പം ബാബുവിൽ അദ്ദേഹമാണെന്ന് തോന്നുന്നു പ്രധാന വേഷം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, സാധാരണ ഇത് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാധാരണ കഥ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് സംഭവം. എല്ലാവരെയും കണ്ടു, ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നത്. നാടകം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും പഴയ നാടകങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നത് ഒഴിവാകണമെങ്കിൽ നാടകം നാടകമായി നിന്ന് സിനിമയെ അനുകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കൂൾ നാടകങ്ങളിലെ അഭിനയത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ ഇടയ്ക്കൊക്കെ മുതൽക്കൂട്ടാവുന്നുണ്ടെന്ന് 15ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് നാട്ടിക MLA CC മുകുന്ദൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നത് കലാസംസാരിക നാടക കലോത്സവമാണ്. നാടക കലോത്സവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന സമയത്ത് എനിക്കെപ്പോഴും ആഗ്രഹം നാടകം കളിക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഓരോന്നും മറ്റൊരിക്കറിയാം. നാടകം കളിക്കുമ്പോൾ സ്കൂളിലേക്ക് എത്തുന്ന അങ്ങനെ 2 മണിക്കൂർ 1.5 മണിക്കൂർ നിന്ന് കളിക്കാൻ നാടകം കളിക്കാൻ കഴിയും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാടകം കളിക്കാനുള്ള സമയം 20 മിനിറ്റ് അല്ലെങ്കിൽ ഏറിയത് 30 മിനിറ്റ്. അതിൽ നാടകം കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റുള്ള നാടകത്തിൽ അപ്പോൾ വളരെ സന്തോഷകരമായ നാടകം അഭിനയിക്കണം, ഒരു പുസ്തകം തരണം, അതൊക്കെ പഠിച്ച് വലിയ നാടകത്തിൽ വരുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. മുൻ MLA പ്രൊഫസർ KU അരുണൻ അധ്യക്ഷനായി. നാടകാവതരണത്തിലെ ഹാസ്യരസങ്ങൾ തിരക്കഥാകൃത്ത് സുനീഷ് വാരനാട് പങ്കുവച്ചു. സൊസൈറ്റി പ്രസിഡന്റ് സജിത്ത് പാണ്ടാരിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി EP സൈമൺ, ട്രഷറർ EVN പ്രേംദാസ്, വാസൻ പെരിങ്ങോട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി മെമ്പർമാരായ 100ഓളം പേർ ചേർന്ന് നടത്തിയ അവതരണ ഗാനത്തോടെയാണ് 15ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള നാടകോത്സവത്തിന് വരവേറ്റത്. തുടർന്ന് കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സ് അങ്ങാടിക്കുരുവികൾ നാടകം അവതരിപ്പിച്ചു. ചെമ്മാപ്പള്ളി ശ്രീരാമൻചിറ തോട്ടിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. പുത്തൻപീടിക മഞ്ഞപ്പിത്തം സെന്ററിന് സമീപം ഗാർഡൻ നഴ്സറി ഉടമ മേനോത്തുപറമ്പിൽ അശോകന്റെ മകൻ ശങ്കറാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 8:45 അപകടം.
തൃപ്പയാർ ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ വന്നിരുന്ന ശങ്കർ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ അടക്കം ഒഴുക്കുള്ള ശ്രീരാമൻചിറയിലെ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. പിന്നാലെ വന്നിരുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ സ്കൂട്ടർ വീഴുന്നത് അകലെ നിന്ന് കണ്ടുവെന്ന് പറയുന്നു. ഇവർ ഉടനെ വന്ന് നോക്കുമ്പോൾ തോട്ടിൽ വീണ് കിടക്കുന്ന സ്കൂട്ടർ കണ്ടുവെങ്കിലും യാത്രക്കാരനെ കണ്ടില്ല. മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരിൽ ചിലർ നാട്ടിക അഗ്നിരക്ഷാസേന ഓഫീസിൽ നേരിട്ടെത്തി അപകട വിവരം അറിയിക്കുകയായിരുന്നു. കലിങ്കിന്റെ വലത് കൈവരിയുടെ സമീപത്തു നിന്നാണ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ TR ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്കൂട്ടറും മൃതദേഹവും പുറത്തെടുത്തത്. ശങ്കറിന്റെ അമ്മ പുഷ്പ, ബിന്ദുവാണ് ഭാര്യ. ജിൻഷത്ത്, ജിബി എന്നിവർ മക്കളാണ്. തൃപ്പയാർ ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സമാദരണ ഗാനസന്ധ്യ നടന്നു. തൃപ്പയാർ SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങ് തൃപ്പയാറിലെ സീതാശ്രമം സ്ഥാപകൻ മുനി പരമസാര ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ K. ദിനേശ് രാജ അധ്യക്ഷനായി. കോഴിക്കോട് സ്വദേശിയും ഗ്രന്ഥകാരനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് TK കൃഷ്ണകുമാർ, ആസ്ട്രോളജർ TK ശ്രീകുമാർ, സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി സേവന മേഖലാ പ്രവർത്തകരായ A. സുജാത, M. പുഷ്പലത, UP പ്രസന്ന, ഷിംജി പുറക്കാട്ടിരി, ബബിന്ദ് പെരുവണ്ണാമൊഴി എന്നിവരെ സാഹിത്യ നിരൂപകൻ MD ചന്ദ്രമോഹൻ ആദരിച്ചു. EP ഗിരീഷ്, കവയിത്രി നോമി കൃഷ്ണ, തൃപ്പയാർ കളിമണ്ഡലം ചെയർമാൻ സദു ഏങ്ങൂർ, നൌഷാദ് പാട്ടുകുളങ്ങര, വിനോദ് വളപ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനസന്ധിയിൽ വിനോദ് വളപ്പിൽ, രവീന്ദ്രൻ ആനേശ്വരം, PB വിശ്വനാഥൻ, സുധീർ അയ്യപ്പൻ, നാരായണൻകുട്ടി, MD ചന്ദ്രമോഹൻ, ദിനേശ് രാജ, സദു ഏങ്ങൂർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തൃപ്പയാർ ക്ഷേത്രക്കവർച്ച അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ നടത്തിയ ഏകദിന ഉപവാസത്തിന്റെ സമാപനം മണ്ഡലം പ്രസിഡന്റ് ഡിനി കൃഷ്ണപ്രസാദിന് നാരങ്ങ നീര് നൽകിക്കൊണ്ട് BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് നിർവഹിച്ചു. കേരളത്തിലെ പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ മുതൽ ഏറ്റവും അമൂല്യമായ പലരും അവരുടെ വഴിപാടുകളായി അവർ നൽകിയിട്ടുള്ള പല അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, കിരീടങ്ങൾ കൊള്ള ചെയ്ത കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആറന്മുള ക്ഷേത്രം ഏറ്റവും പ്രഗത്ഭമായ ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം. ആറന്മുള ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്താംകോട്ട ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഇതേ രീതിയിൽ തന്നെയുള്ള കൊള്ള നടന്നിരിക്കുന്നു. വൈക്കത്ത് ക്ഷേത്രത്തിൽ ഇതേ രീതിയിലുള്ള കൊള്ള നടക്കുന്നു. ബാലുശ്ശേരി കോട്ടയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രം, ആ ക്ഷേത്രത്തിലും ഇതേ രീതിയിൽ തന്നെ കൊള്ള നടന്നിരിക്കുന്നു. ഇപ്പോ ഓരോ ദിവസവും ഓരോ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല കോടാനുകോടി ഭക്തജനങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ശബരിമലയിലെ എന്തൊക്കെയാണ് നടന്നതെന്ന് പൊതുജന മധ്യത്തിൽ തുറന്നു പറയുവാൻ സാധിക്കാത്തക്ക രീതിയിലുള്ള ഓരോ വെളിപ്പെടുത്തലുകളാണ് പോറ്റിയുടെ കൂട്ടുകാരൊക്കെ കൂടി കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, P. കൃഷ്ണനുണ്ണി, ജോഷി ബ്ലാങ്ങാട്ട്, വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളായ A. സതീഷ് ചന്ദ്രൻ, പ്രസാദ് കാക്കശ്ശേരി, മോഹൻ മേനോൻ എന്നിവർ സംസാരിച്ചു. TG രതീഷ്, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, ഷാജി പുളിക്കൽ, ബേബി PK, സിദ്ധൻ PR, ഗോകുൽ കരിപ്പിള്ളി, സുനിൽ ദത്ത്, ഷൈജു കൊട്ടുക്കൽ, അരുൺ ഗിരി, ഷാജി ആലുങ്ങൽ, ഭരതൻ വളവത്ത് എന്നിവർ നേതൃത്വം നൽകി. കഴിമ്പ്രം വ്യാസ ആത്മീയ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കഴിമ്പ്രം ബീച്ചിൽ വാവുബലി തർപ്പണം നടന്നു. ദീപാവലിയോടനുബന്ധിച്ച് വാവുബലി തർപ്പണത്തിന് വിഷ്ണുശാന്തി മുഖ്യ കാർമ്മികനായി. പുലർച്ചെ 4 മുതൽ നടന്ന ബലിതർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വ്യാസരക്ഷാധികാരി സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, വിജയകുമാർ, സുബ്രഹ്മണ്യൻ, ശ്രീദേവി, ഗിരിജ, ഷാ കഴിമ്പ്രം, സജിത സുഭാഷ് എന്നിവർ വാവുബലിക്ക് നേതൃത്വം നൽകി. ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള വലപ്പാട് ബീച്ച് ബ്രഹ്മ തേജോമയം ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി തർപ്പണം നടന്നു.
പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. താണിയത്ത് സുധൻ ശാന്തി മുഖ്യ കാർമ്മികനായി. കൊടിയമ്പുഴ ദേവസ്വം ഭാരവാഹികൾ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. കടലിൽ സ്നാനം നടത്തുന്നവർക്ക് സുരക്ഷയൊരുക്കുന്നതിനായി അഴീക്കോട് കോസ്റ്റൽ പോലീസ്, ഫയർഫോഴ്സ്, തൃപ്പയാർ എക്സ് പ്രവർത്തകർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. വിശ്വവസു നാമസംവത്സരേ ശരദ്ഋതൗ ആശ്വിനമാസേ അമാവാസി ശുഭപുണ്യ തിഥൗ ശുഭനക്ഷത്രേ ഉജ്ജവാസരേ യുക്തായാം ശുഭയോഗേ ശുഭകരണ ഏവം സകലഗുണ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതം സാഹിത്യം വിഭാഗത്തിൽ 1ാം റാങ്ക് നേടിയ നാട്ടിക 12ാം വാർഡിലെ ആൻലി റോബിൻസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക 12ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ആൻലി റോബിൻസിന്റെ വസതിയിലെത്തി മുൻ MP TN പ്രതാപൻ ഉപഹാരം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ, PM സിദ്ദിഖ്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, മധു അന്തിക്കാട്ട്, ശ്രീവിദ്യ പ്രകാശൻ, UB മണികണ്ഠൻ, ലയേഷ് നാട്ടിക, ജയരാമൻ അണ്ടേഴത്ത്, സഗീർ പടുവിങ്ങൽ, സാനി ജോസഫ്, ഷാരോൺ ചുങ്കത്ത്, ആൻലിയുടെ രക്ഷിതാക്കളായ റോബിൻസൺ, സിനി എന്നിവർ പങ്കെടുത്തു. കേരള ഗവൺമെൻറ്റിൻ്റെ സ്വർണ്ണക്കപ്പിൻ്റെ അതേ രൂപ സാദൃശ്യമുള്ള സ്വർണ്ണ നിറമുള്ള കപ്പിന് മെഡൽ അവാർഡ് 2014 മാളിയിൽ നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നിന്ന് ആൻലിക്ക് കൊടുക്കാനുള്ള അവസരം ലഭിച്ചത് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്നപ്പോൾ ടീച്ചറും റോബിൻസിനും കൂടി കാണിച്ചു തരികയാണ്. ഒരു മിടുക്കിയാണ്, ചെറിയ പ്രായത്തിലൊക്കെ മിടുക്കി, നല്ല ടാലൻ്റുള്ളൊരു മോള്. ഏതിൽ ചെന്നാലും അവിടെ മികവ് കാണിക്കാൻ കഴിവുള്ള മോള്. അതിനോട് സംസ്കൃത സാഹിത്യത്തിൽ 1ാം സ്ഥാനം കിട്ടണമെങ്കിൽ 1ാം റാങ്ക് കിട്ടണമെങ്കിലും നന്നായി പഠിച്ചെഴുതിയാൽ തന്നെ കിട്ടും. പഠിച്ചെഴുതി കിട്ടിയ കഠിനാധ്വാനത്തിനാണ്. നന്ദിന്നല്ലാണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. വളരെ നന്ദിയുണ്ട്. എനിക്ക് 2014 മാളയിൽ സൊക്കാസോ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ജില്ലാ കലോത്സവത്തിന് സംസ്കൃത എസ്സേക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ പ്രഥമ സാറിന് എനിക്ക് സമ്മാനം കിട്ടിയത്. ഞാൻ 7ലായിരുന്നു 2014. ഇപ്പോൾ 11 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും. നാട്ടിക പള്ളം ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടിക പള്ളം ബീച്ചിൽ തുലാമാസ വാവുബലി തർപ്പണം നടന്നു. പുലർച്ചെ 4 മണി മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരിങ്ങോട്ടുകര വേണുശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 100 കണക്കിന് പേർ ബലിതർപ്പണം നടത്തി. പള്ളം ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിതീഷ് ചെമ്പിപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി NP ആഘോഷ്, മധു OR, രവി മയൂർ, രഘു പൂരാടൻ, നിഖിൽ UD, അജീഷ് PA, സത്യരാജ് AV, കൈലാസൻ UD, ഗോപു AG, ഉദയൻ ES തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗന്ധസ്യൂബലി പുഷ്പം നമഃ, ധൂപം നമഃ, ദീപം നമഃ, നൈവേദ്യം നമഃ, നൈവേദ്യാനന്തരം ഹസ്തപ്രക്ഷാളൻ നമഃ, പാദപ്രക്ഷാളൻ നമഃ, പാദ്യം നമഃ, അർഘ്യം നമഃ, ആചമനം നമഃ. കയ്യിലുള്ള പൂക്കൾ മുഴുവനും എല്ലാത്തിനും കൂടി ഇട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നുള്ള വെള്ളം കൂടി ഒഴിച്ച് കയ്യിൽ പിടിച്ച് ബ്രഹ്മ തമ്പപര്യന്തം ദേവർഷി പിതൃമാനവ പ്രത്യന്ത് പിതരസർവേ മാതൃമാതാ മഹോദയ അതീര കുലകോടീന സപ്തദ്വീപ നിവാസിന ആ ബ്രഹ്മ പോനാം ലോകാൻ ഇതമസ്തു തിരോധകൈ കൊടുങ്ങിട്ടുള്ളൂ. ക്ലാസ് താഴ്ത്തി വെച്ചിട്ട് തൊഴുതു പിടി. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചു. പെടാട്ട് രാജു മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് നടന്ന പരിപാടി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം BB ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം TK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നവോത്ഥാനത്തിലൂടെ നവകേരളത്തിലേക്ക് എന്ന വിഷയം ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് PK സുധർമ്മൻ അവതരിപ്പിച്ചു. പുതിയ പ്രാദേശിക എഴുത്തുകാരായ തുളസിദാസ് തൃപ്പയാർ, മിനി കൃഷ്ണകുമാർ എന്നിവരെ കവയത്രി ഷീല ശേഖർ ആദരിച്ചു. ബാപ്പു വലപ്പാട്, PK അമൽകൃഷ്ണയ്ക്ക് ഗ്രന്ഥശാലയുടെ ആജീവനാന്ത മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. കവി K ദിനേശ് രാജ മുഖ്യാതിഥിയായി. TK ഹരിദാസ്, ദേവദർശ് ദിലീപ്, PK സുധർമ്മൻ, ശ്രിന്ദ പ്രശോഭ് എന്നിവർ ഗ്രന്ഥശാലയ്ക്ക് നൽകിയ പുസ്തകങ്ങൾ ലൈബ്രറിയൻ ഷാരി ജിഷാന്ത് ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല സെക്രട്ടറി PB ദിലീപ് കുമാർ, ജോയിന്റ് സെക്രട്ടറി അപർണ, നക്ഷത്ര MS, സുബ്രഹ്മണ്യൻ PK, BB രാജേഷ്, VK മാധവൻ, MK സുധർമ്മൻ, BB പ്രേംദാസ്, KS സുശാര, ദിവ്യ രജീഷ് എന്നിവർ സംസാരിച്ചു. നമ്മൾ അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എത്രയോ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു. സ്വന്തം പേരിൽ ഭൂമിയില്ലാത്ത ഒരു കാർന്നൂര് പോലും ഇല്ല എന്നുള്ള നാട്ടിലാണ് നമ്മുടെ നാട്ടിൽ. ചെറുപ്പക്കാരുണ്ടാവില്ല, കാരണം ചെറുപ്പക്കാർക്ക് കാർന്നവരൊക്കെ ഭാഗ്യം കിട്ടിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ഒരു 80 വയസ്സ് ആയിട്ടുള്ള ആളുകൾ ഇല്ല എന്നുള്ള അവസ്ഥ തന്നെയാണ്. അതെന്തുകൊണ്ടുണ്ടായി? അവിടേക്കൊക്കെയാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. എങ്ങനെ നമ്മുടെ കേരളം ഇന്നത്തെ കേരളമായി മാറി, അന്നത്തെ കേരളത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇന്നത്തെ കേരളത്തിലേക്ക് എത്തി. അന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിവേകാനന്ദ സ്വാമികൾ വന്നിട്ട് പറഞ്ഞ കാര്യം കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾക്കറിയാലോ വിവരങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അന്നത്തെ അയിത്തോച്ചാരണത്തിൻ്റെ പേരിലാണ് അതൊക്കെ പറഞ്ഞത്. അതായത് ബാലസംഘം മണലൂർ മേഖലാ സമ്മേളനം MV ഷാജി ഉദ്ഘാടനം ചെയ്തു. മനോജ്, KV ഡേവിസ്, KR അഭിരാജ്, PS പ്രസാദ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, MT താജൻ, അരുൺ ആനന്ദ്, KA അജീഷ്, മനോഹരൻ, അനാമിക, ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു. വാടനപ്പള്ളി ബീച്ച് അമൃതതീരം പിതൃതർപ്പണ സമിതിയുടെ നേതൃത്വത്തിൽ വാവുബലിയും പിതൃതർപ്പണവും നടത്തി. ചടങ്ങുകൾക്ക് പ്രതീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ 4 മണി മുതൽ 8 മണി വരെ നടത്തിയ പിതൃതർപ്പണത്തിന് നിരവധി ഭക്തർ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന
തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷിച്ചു. ക്ഷേത്രസന്നിധിയിൽ മൺചിരാതുകൾ കത്തിച്ചും വർണ്ണമഴ ഒരുക്കിയും ദീപാവലി ആഘോഷം വർണ്ണാഭമാക്കി. ക്ഷേത്രം ഭാരവാഹികളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, പ്രദീപ് കരിപ്പാടത്ത്, പ്രവീൺ ചെറുകര, സുനിൽ, ദിനേശ് പൊയ്ക്കാരകത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം ഇസ്ര വിമൻസ് കോളേജിൽ സ്റ്റുഡൻസ് പേരൻസ് അസംബ്ലി നടന്നു. മർക്കസ് PRD ഡയറക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ തങ്ങൾ മുത്തന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ര ട്രഷറർ PM ഹംസ ഹാജി അധ്യക്ഷനായി. ബാദുഷാ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ ഷമീർ ചിക്ക് സിറ്റി, ഇസ്ര വൈസ് ചെയർമാൻ അബ്ദുൽ മജീദ് ഹാജി, സെക്രട്ടറിമാരായ മുഹമ്മദ് അലി PS, ഉസ്മാൻ AM, മുഹമ്മദ് അലി ഫ്രൂട്ട്സ്, വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ സുഹേൽ സഖാഫി, സയ്യിദ് ജലാൽ അഹ്സനി, ഉസ്മാൻ സഖാഫി, നിസാർ സഖാഫി, ജംഷാദ് സഖാഫി എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആർട്സ് ആൻഡ് സ്പോർട്സ് ഫെസ്റ്റിവൽ പ്രശസ്ത ഇൻഫ്ലുവൻസറും ഡൽഹി ത്വയ്ബ ഫുഡ് ഓൺ വീൽ ഓർഗനൈസറുമായ ഷീബ മുഹമ്മദ് മുയീന ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിന്ധു അധ്യക്ഷയായി. മാനേജർ സൽമ, അധ്യാപകരായ ആര്യ, സന്ധ്യ, അഫ്സത്ത്, റുബീന, ലീന, അമൽന, സുമി, ആസിയ, ഷിഫാന എന്നിവർ സംസാരിച്ചു. 130 മത്സര ഇനങ്ങളിലായി 200ഓളം വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ മാറ്റുരയ്ക്കും. ഫെസ്റ്റിവൽ 22-ന് സമാപിക്കും. ഇസ്ര വിമൻസ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്ക് അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഉദ്ഘാടനവും വേദിയിൽ വെച്ച് സയ്യിദ് മുത്തന്നൂർ തങ്ങൾ നിർവഹിച്ചു. മുതലെങ്ങനെ ഭംഗിയാൾ പ്രിയപ്പെട്ട അക്ബർ ബാദ്ഷാദിന് തെളിവാണ്. അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ ആ മുതലുകളിൽ നിന്ന് ഒരംശം അദ്ദേഹം അൽഹംദുലില്ലാ ദീനിനു വേണ്ടി അദ്ദേഹം ഉപ്പയുടെയും ഉമ്മയുടെയും ആഫിയത്തിന് വേണ്ടിയും കച്ചവടത്തിലെ ബറക്കത്തിന് വേണ്ടിയും ഒരു പ്രാർത്ഥന കിട്ടണമെന്ന രൂപത്തിൽ അദ്ദേഹം നൽകിയപ്പോൾ അൽ മാലു സീന, മുതൽ ഭംഗിയാണ്. സുൽത്താൻ വലിയുള്ളാഹി ഷൈഖുന വരവൂർ മസ്താൻ ഉപ്പാപ്പയാൽ സ്ഥാപിച്ച തൃത്തല്ലൂർ ഹുത്ബിയത്ത് മജ്ലിസ് ദുആ സമ്മേളനത്തോടനുബന്ധിച്ച് ഏർവാടി ദർഗ മസ്ജിദ് ഖത്തീബ് അൽഹാജ് സയ്യിദ് മുർസൽ ഇബ്രാഹിം ഫൈസി നേതൃത്വം വഹിച്ച മൗലീദ് നടത്തി. പഴുന്നാന ബദ്രിയ ദഫ് സംഘം ഒരുക്കിയ ദഫ്മുട്ട്, വാടനപ്പള്ളി സൗത്ത് ജുമാ മസ്ജിദ് ഖത്തീബ് ഉമർ ബാഖവി നേതൃത്വം വഹിച്ച മുഖ്യപ്രഭാഷണം എന്നിവ നടന്നു. MH അഹമ്മദ് മുസ്ലിയാർ ജിലാനി, സത്താർ മുസ്ലിയാർ, സൈനുൽ ആബിദിൻ നിസാമി, ഷെഫീഖ് ഫാളിലി, അബ്ദുൾ റഷീദ് സൈദി, ഷംസുദ്ദീൻ അൽ ഖാസിമി, യൂസഫ് സഖാഫി ചെട്ടിക്കാട്, മനാഫ് മുസ്ലിയാർ, സ്വാലിഖ് ഫൈസി എന്നിവരുടെ നേതൃത്വത്തിൽ മുത്ബിയത്ത് റാത്തീബും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ജീലാനി മജ്ലിസ് അമീർ MH അഹമ്മദ് മുസ്ലിയാർ, ജീലാനി സ്വാഗത സംഘം ചെയർമാൻ മനാഫ് മുസ്ലിയാർ, കൺവീനർ BA സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. അഖ്താബുകളുടെ കുത്തുബാൻ, ഔലിയാക്കൾക്ക് സുൽത്താനാണ്, സയ്യിദുൽ ഔലിയ ആണ്. നാം മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ വിശേഷണങ്ങൾ ഒരു മഹാൻ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു ഹ്രസ്വമായ ജീവിതത്തിലോ ഒരു ചെറിയ സദസ്സിലോ ഒരു ചെറിയ വാക്കിലോ ഒതുങ്ങുന്നതല്ല. വലപ്പാട് സ്വദേശി ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിക്ക് ദേശീയ തലത്തിൽ അംഗീകാരം. BDS പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക്സ് എന്ന വിഭാഗത്തിൽ നാഷണൽ ടോപ്പർ പൊസിഷൻ എന്ന അംഗീകാരം ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണി സ്വന്തമാക്കി. ചെന്നൈയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഫറൻസിൽ വെച്ച് ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണി അംഗീകാരം ഏറ്റുവാങ്ങി. ഇന്ത്യയിൽ നിന്ന് ആകെ 12 പേരും കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഈ അംഗീകാരത്തിന് അർഹരായി ഉണ്ടായിരുന്നത്. കേരള ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള അക്കിക്കാവിലെ PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ചിലാണ് ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണി പഠനം പൂർത്തിയാക്കിയത്. വലപ്പാട് സ്വദേശികളായ അതിയുന്തൻ ആന്റണിയുടെയും ജിൽസ ആന്റണിയുടെയും മകളാണ്. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി TD സുമി ഭരണ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. കൊട്ടേക്കാട് പ്രീതി പ്രമോദിന് ഡിവിഡന്റ് നൽകി ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ ലാഭ വിഭജനം ഉദ്ഘാടനം ചെയ്തു.
ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ആർ വിജയരാഘവൻ, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ UK ഗോപാലൻ, PT വിൻസെന്റ്, KK പ്രഭാകരൻ, KR ദാസൻ, ജ്യോതി മാറാട്ട്, AM ദിൽഷാദ്, അനന്തു രാമചന്ദ്രൻ, MG ശ്രീവത്സൻ, ജീജ ഉണ്ണികൃഷ്ണൻ, സിമി ജിനോയ്, സീമ രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി നഷി MR എന്നിവർ സംസാരിച്ചു. നമ്മുടെ ബാങ്ക് 2 ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് നാട്ടിക ബീച്ചിലും മറ്റൊന്ന് ചേർക്കരയും. ഏറെക്കാലമായി നാട്ടിക ബീച്ചിലെ ബ്രാഞ്ച് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് അവിടുത്തെ പരിമിതമായ സൗകര്യം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് വേണ്ടി സ്വന്തമായൊരു കെട്ടിടം പണിയണമെന്ന് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അതിന് ആ സ്ഥലത്ത് ബാങ്കിൻ്റെ അനുയോജ്യമായ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു. KSSPU ഏങ്ങണ്ടിയൂർ യൂണിറ്റിലെ കുടുംബ സംഗമങ്ങൾ സമാപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും ഏങ്ങണ്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റുമായ TC റീത്തയുടെ വസതിയിൽ ചേർന്ന സമാപന യോഗം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉദ്ഘാടനം ചെയ്തു. പ്രേമചന്ദ്രൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ലൈബ്രറിയിലേക്ക് ശേഖരിച്ച പുസ്തകങ്ങൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് BV മോഹനൻ ബ്ലോക്ക് പ്രസിഡന്റിന് കൈമാറി. ഏങ്ങണ്ടിയൂരിന്റെ പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് KS അജിതകുമാർ, മുരളീധരൻ, ലാലി, അജിതകുമാരി എന്നിവർ ചരിത്ര വിവരണം നടത്തി. തളിക്കുളം ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി പ്രസന്നകുമാരി, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് കൗൺസിലിംഗ് സ്റ്റാഫ് ഷമീറ ഷമീർ, സോളമൻ എന്നിവർ സംസാരിച്ചു. അത് സർവീസ് പെൻഷനിൽ കൈവച്ചിട്ടാകരുത് കൊടുക്കുന്നത്. ഇവർ പറയുന്ന വാദം എന്താണെന്നറിയാം? സർവീസ് പെൻഷൻകാർക്ക് ഇന്ന് കൊടുക്കുന്ന സംഖ്യ വളരെ കൂടുതലാണ്, അത് വെട്ടിക്കുറയ്ക്കണം, അതും 10,000 ആയിട്ട് നിജപ്പെടുത്തണം. അത് നമ്മൾ അംഗീകരിക്കുമോ? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നമ്മുടെ പെൻഷൻ എന്ന് പറയുന്ന ആരുടെയും സൗജന്യമല്ല, ആരുടെയും ഔദാര്യമല്ല. അത് നിയമപരമായി ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പെൻഷൻ എന്ന് പറയുന്നത് ലീഗൽ റൈറ്റാണ്. ഏതായി പെൻഷൻ? നമ്മൾ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ നീക്കി വെക്കപ്പെട്ട ഭാഗമാണ് പിൻകാലത്ത് പെൻഷനായിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത്. അതാരുടെയും സൗജന്യമല്ല. അതുകൊണ്ടാണല്ലോ ഈ നീക്കി വെക്കപ്പെട്ട വേതനത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞ പെൻഷൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, എല്ലാവർക്കും ഒരേ പെൻഷനാണോ കിട്ടുന്നത്? വാടനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ ദീപാവലി ആഘോഷം വർണ്ണം വിസ്മയമായി. ക്ഷേത്രനടയിൽ ദീപങ്ങൾ തെളിയിച്ചും മൺചിരാതുകൾ കത്തിച്ചും വർണ്ണമഴ ഒരുക്കിയും ഭക്തർ ദീപാവലിയെ വരവേറ്റു. ക്ഷേത്രം ഊട്ടുപുര ഹാളിൽ വനിതകളുടെ ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു. നാട്ടിക വിൻഷുവർ ക്ലബ്ബ് പ്രതീകാത്മക സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിച്ചു. നാട്ടിക പഞ്ചായത്ത് കേരളോത്സവത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാത്തവരെ പിൻവാതിലിലൂടെ മത്സരങ്ങൾക്ക് പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടിക വിൻഷുവർ ക്ലബ്ബ് പഞ്ചായത്ത് കേരളോത്സവം ബഹിഷ്കരിച്ചിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് അധികൃതർ മത്സരങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടിക വിൻഷുവർ ക്ലബ്ബ് പ്രതീകാത്മക സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. നാട്ടിക പഞ്ചായത്ത് കേരളോത്സവത്തിലെ മത്സരങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്ന മുഴുവൻ വിൻഷുവർ ക്ലബ്ബാംഗങ്ങൾക്കും ഷീൽഡുകൾ സമ്മാനിച്ചു. ക്ലബ്ബ് രക്ഷാധികാരി ആനന്ദൻ MS അധ്യക്ഷത വഹിച്ച പ്രതീകാത്മക സമ്മാനദാന ചടങ്ങ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു കുയിലംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സനിൽ CS, നിഖിൽ TS, സതീശൻ NR, രവി KB, രാനീഷ് K രാമൻ, ഉണ്ണി KB, കിരൺ KK, ആഷിഖ് MA, മനോജ് KM, കൃതീഷ് KK, ശാലിനി ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി.
BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സജയ് ബാബു അധ്യക്ഷനായി. സൗത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ, ജില്ലാ സെക്രട്ടറി അജീഷ് പൈക്കാട്ട്, മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് കാളാന്ത്ര, ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സംസ്ഥാന കോർ കമ്മിറ്റി അംഗം IR വിജയൻ, ജില്ലാ സെക്രട്ടറി സിബിൻ, ജില്ലാ SC മോർച്ച പ്രസിഡന്റ് രാജേഷ് കൊട്ടാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജനിൽ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ BJPയുടെയും മോർച്ചകളുടെയും പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത എല്ലാവരെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്റ അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു ഗുണഭോക്താവിന് 90% സബ്സിഡിയിൽ 5 കോഴികളെ വീതം 350 പേർക്കാണ് വിതരണം ചെയ്തത്. വാർഡ് മെമ്പർമാരായ ഷിജി CK, KK സൈനുദ്ദീൻ, വെറ്റിനറി ഹോസ്പിറ്റൽ ജീവനക്കാരായ അനിത, രമേശ്, FO ബിജോയ് എന്നിവർ സംസാരിച്ചു. ിലേക്ക് തന്നെ തരുന്നില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അഴിമതി കാണിച്ചു എന്നൊക്കെ പറയും അല്ലേ? നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ കൂടി പ്രചരിപ്പിക്കാവുന്ന ഒരു സമയമാണ് ഈ പറയുന്നത്, ഈ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പദ്ധതികൾ പൂർണ്ണമായിട്ടും വളരെ സത്യസന്ധമായി വളരെ സുതാര്യമായിട്ട് നടത്തുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്തവണ നമ്മൾ എന്നിട്ടും ഇത്രയും ആളുകളെ ആവശ്യപ്പെട്ടിട്ട് 173 ഗുണഭോക്താക്കൾ മാത്രമാണ് ഇതിന് പൈസ അടച്ചിരിക്കുന്നത്. 90% സബ്സിഡി ഉണ്ടായിട്ട്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പഴുവിൽ കാരുണ്യ നാടകോത്സവത്തിന് അരങ്ങുണർന്നു. ചെമ്മാപ്പള്ളി ശ്രീരാമഞ്ചിറ തോട്ടിലേക്ക് വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. തൃപ്രയാർ ക്ഷേത്ര കവർച്ച അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ ഉപവാസം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.